everyone, welcome to Shazni's World. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസി ചിക്കൻ നൂഡിൽസ് കബാബാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനാബിൾ ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് യിപ്പി നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കവറിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് നൂഡിൽസും ഇതിനു വേണ്ടി യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്കതിലേക്ക് നൂഡിൽസിലുണ്ടാവുന്ന ആ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എല്ലാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആൻഡ് 1 ടീസ്പൂൺ ചില്ലി സോസ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ചീസ് മൊസറല്ല ചീസാണ്. നമുക്കതൊരു കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത നൂഡിൽസും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറി ലീവ്സും പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ടയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നൂഡിൽസ് കബാബ് ആദ്യം മുട്ടയിൽ മുക്കി ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം നല്ല ഹൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിതിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്.
അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെയധികം ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.